നിലകളിൽ യേശുവിനെ ബോധ്യപ്പെട്ടവരാണ് വിശ്വാസികൾ. മറ്റുള്ളവർക്കെല്ലാം യേശു ക്രിസ്തുവുമായിട്ടുള്ളത് കച്ചവട ബന്ധമാണ്, കാര്യസാധ്യത്തെക്കുറിച്ചുള്ള ബന്ധം. ഇവിടെ ഭർത്തിമായി വെല്ലുവിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ തികവുള്ളവരാണോ, നിറവുള്ളവരാണോ, അതോ വേഷം കെട്ട് ക്രിസ്ത്യാനികളാണോ? നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന്റെ നാടകം കളിക്കുകയാണോ? അനുഭവ പരിജ്ഞാനമുണ്ടോ നിങ്ങൾക്ക്? യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനത്തുണ്ടെങ്കിൽ, നിങ്ങൾ അവനിൽ രക്ഷിതാവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇന്നു മുതൽ നിങ്ങളുടെ ജീവിത ചക്രം മാറും. നിങ്ങൾ യേശുവിന് വേണ്ടിയായിരിക്കും ജീവിക്കുക. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല, വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചിട്ടുമില്ല. ആമേൻ. ഭർത്തിമായി നമ്മളെ വീണ്ടും അമ്പരപ്പിക്കുകയാണ്. ദൈവമക്കളെ, ഭർത്തിമായി തരുന്ന നാലാമത്തെ പാഠം പറയാൻ അല്പം പശ്ചാത്തലം പറയണം. ഭർത്തിമായി എഴുന്നേറ്റ് നിന്ന് ഉറക്കെ നിലവിളിച്ചപ്പോ യേശുവിന്റെ കൂടെ വന്ന ആളുകൾ, യേശുവിന്റെ സ്വന്തം ആളുകളെന്ന് അവകാശപ്പെട്ടു വന്ന ആളുകൾ, യേശുവിനെ തിക്കിത്തിരക്കി കൊണ്ടുവന്ന ആളുകൾ പറഞ്ഞു, മിണ്ടിപ്പോകരുത്, ശബ്ദം കേൾക്കരുത്, മിണ്ടതിരിയടാ എന്നവനെ ശാസിച്ചു. ദൈവമക്കളെ, നിങ്ങൾ തിരിച്ചറിയണം, ഈ പുരുഷാരം യേശുക്രിസ്തുവിങ്കലേക്ക് വരാൻ ആശയോടെ ആഗ്രഹിക്കുന്നവരുടെ വഴി തടയുന്നവർ അതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? വഴിമുടക്കികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ആയുസ്സിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് കാണാൻ അച്ഛൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് കണ്ണാടിയിൽ നോക്കിയാ മതി, അപ്പോ കാണാൻ പറ്റും വഴിമുടക്കികളെ. മനസ്സിലായില്ലല്ലേ? ദൈവമക്കളെ, അച്ഛൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനി എന്ന് പേർപ്പെട്ടവർ മൂക്കുമുട്ട് കുടിച്ച് കൂത്താടുമ്പോ, ദയാദാക്ഷിണ്യമില്ലാതെ കൈക്കൂലി വാങ്ങുമ്പോ, നീതിബോധമില്ലാതെ അഴിമതി നടത്തുമ്പോ, തട്ടിപ്പും വെട്ടിപ്പും കുലത്തൊഴിലാക്കി മാറ്റുമ്പോ പുറത്തു നിൽക്കുന്ന ഒരു അക്രൈസ്തവൻ ഇതാണ് ക്രിസ്ത്യാനിയുടെ ശീലമെങ്കിൽ, ഈ കൂട്ടരുടെ കൂട്ടത്തിൽ കൂടി നശിക്കാൻ ഞാനില്ല എന്ന് തീരുമാനിച്ചാൽ അയാളെ കുറ്റം പറയാൻ ഒക്കുമോ? ക്രിസ്ത്യാനിയെ കണ്ടിട്ടാണ് ഒരാൾ ക്രിസ്തുവെ ആരാണെന്ന് വായിച്ചെടുക്കേണ്ടത്. ഞാനും നിങ്ങളുമാണ് ക്രിസ്തുവിനെ ലോകത്ത് വിളംബരം ചെയ്യേണ്ടവർ. ദൈവമക്കളെ, കുടുംബത്ത് കലഹമുണ്ടാക്കുന്ന ക്രിസ്ത്യാനി, മദ്യപിച്ച് മൂക്കുമുട്ട് തെരുവിൽ നൃത്തമാടുന്ന ക്രിസ്ത്യാനി, കള്ളുകച്ചവടം നടത്തുന്ന ക്രിസ്ത്യാനി, ദൈവമക്കളെ, എന്ത് സാക്ഷ്യമാണ് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ പറയാനുള്ളത്? യേശുവിന്റെ മുഖം ഈ ലോകത്തിന്റെ മുമ്പിൽ വികൃതമാക്കുന്നത് സാക്ഷ്യം നഷ്ടപ്പെട്ട ക്രിസ്ത്യാനിയാണ്. അത് നമ്മളാണ്.